ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബം. ഈ കുടുംബത്തിലെ മാതാപിതാക്കളെ മക്കൾ ശുശ്രൂഷിക്കുന്നതും പരിപാലിക്കുന്നതും വലിയ മാതൃകയാണ് മറ്റുള്ളവർക്ക്. ഇടവകയിലെ പ്രായം ചെന്ന ദമ്പതിമാരാണിവർ. ഇവരുടെ പ്രാർത്ഥനാ ജീവിതം, മക്കളെ വളർത്തുന്ന രീതി, മക്കൾ ഇവരെ സംരക്ഷിക്കുന്ന രീതി ഇന്ന് ലോകത്തിന് വലിയൊരു മാതൃകയാണ്. വലിയൊരു കുടുംബം, ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന മക്കൾ, ദൈവസ്നേഹത്താൽ പ്രേരിതരായി ജീവിക്കുന്നവർ, യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന മക്കൾ, ഇതെല്ലാം ഈ മാതാപിതാക്കളുടെ വലിയ സംഭാവനയാണ്. ഈ മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവാനുഗ്രഹം കൈമുതലാക്കിയ മാതാപിതാക്കൾ. 10 മക്കളെയും വളർത്തി വലുതാക്കാൻ ഈ മാതാപിതാക്കൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കുടുംബമാണ് എന്നെനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം. എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേറ്റ് അവർ പ്രാർത്ഥനയോടെയാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. വളരെ പ്രത്യേകമായി ഒരു മകൻ എന്ന രീതിയിൽ ഞാൻ കണ്ടത്, എല്ലാ ദിവസവും 7:30 മുതൽ 8:30 വരെയുള്ള സമയം കുടുംബ പ്രാർത്ഥനയുടെ സമയമാണ്. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിൽ ജപമാല പ്രാർത്ഥനയുണ്ട്, കരുണക്കൊന്തയുണ്ട്, ബൈബിൾ വായനയുണ്ട്, തിരുഹൃദയത്തിന്റെ പ്രാർത്ഥനയുണ്ട്, മാതാവിന്റെ ലുത്തിനിയുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലുള്ള പ്രാർത്ഥനകളും കൂട്ടിച്ചേർത്ത് കുടുംബ പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ ചൊല്ലിയതും ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ കേട്ട് പഠിച്ച് വളർന്നത്. ഇപ്പോൾ ഈ മാതാപിതാക്കളുടെ എല്ലാ മക്കളും അവരുടെ അതേ പാത പിന്തുടർന്ന് എല്ലാ കുടുംബത്തിലും കൃത്യനിഷ്ഠയോടെയുള്ള ഈ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ആഫ്രിക്കയിൽ വിൻസെന്റ് സഭയുടെ ഒരു മിഷനറി ആയിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് റുവാണ്ടയിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് 3.5 മണിക്കൂറാണ് സമയ വ്യത്യാസമുള്ളത്. അപ്പൊ മാതാപിതാക്കളെയൊക്കെ ഇടയ്ക്ക് എനിക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും സമയം നോക്കിയിട്ട് എനിക്ക് അവരെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം 7:30-ക്ക് വിളിച്ചു കഴിഞ്ഞാൽ 7:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുകയില്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയമാണത്. അത്രമാത്രം കൃത്യനിഷ്ഠയാണ് അവർക്ക് പ്രാർത്ഥനയ്ക്ക്. ഒരിക്കലും അവർ പ്രാർത്ഥനയോട്, കുടുംബ പ്രാർത്ഥനയോട് ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അതിഥികൾ വരുന്ന സമയമുണ്ട്. ഞങ്ങൾ അച്ഛന്മാരുള്ളതുകൊണ്ട് ചിലപ്പോൾ മെത്രാൻ വരും, അതുപോലെ തന്നെ പലരും അച്ഛന്മാരുടെ കൂട്ടുകാർ വരും. പക്ഷെ ഈ 7:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് അവർ ആര് വന്നാലും അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുടുംബ പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് അവരെന്തെങ്കിലും ചെയ്യുക. ആ പ്രാർത്ഥനയും ആ വിശ്വാസവുമാണ് ഞങ്ങളെ ദൈവത്തിന്റെ ശുശ്രൂഷകരാക്കി മാറ്റിയത്. അവരുടെ ആ പ്രാർത്ഥനാ ജീവിതമാണ് പ്രത്യേകിച്ച് ഇടവകയോട് ചേർന്നുള്ള ജീവിതം. പ്രത്യേകിച്ച് ഞങ്ങൾ നീണ്ടപാറ സെന്റ് മേരീസ് ദേവാലയത്തിലെ ഇടവകങ്ങളായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നീട് കോതമംഗലം കത്തീഡ്രൽ ഇടവകയിലേക്ക് ഞങ്ങൾ മാറുന്നത്. അവിടെയുള്ള ആ സമയത്ത് വികാരിയച്ഛന് ഭക്ഷണം കൊടുക്കുന്നതും വികാരിയച്ഛനെ ശുശ്രൂഷിക്കുന്നതും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞിട്ട് ഞങ്ങൾ മക്കൾ ഓരോരുത്തരുമായിരുന്നു. എന്റെ ചേട്ടനാണ് നീണ്ടപാറ സെന്റ് മേരീസ് പള്ളിയിൽ വികാരിയച്ഛന്മാരുടെ കപ്പ്യാരായിട്ട് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്തത്. അതിന്റെ കൂടെ ഞങ്ങൾ അൾത്താര ബാലന്മാരായിട്ട് ഞാനും എന്റെ തൊട്ടുമൂത്ത വൈദികനും പീറ്റർ അച്ഛനും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഇടവകയുമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളെ പിന്നീട് വൈദികരാകാനും മിഷണറിമാരാവാനും പ്രേരിപ്പിച്ചു. പ്രായമായ മാതാപിതാക്കളെ നോക്കാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സമയമില്ലാതെ വൃദ്ധമന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും എത്തിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ മക്കൾക്ക് തിരിച്ചറിവിന്റെ ഒരു പാഠപുസ്തകമാണ് ഈ കുടുംബത്തിലെ മക്കൾ. കുടുംബത്തിൽ ഇന്നായിരിക്കുന്നത് കാരണം ദൈവം അനുഗ്രഹിച്ചൊരു കുടുംബം, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കലിന്റെ, പരസ്പരമുള്ള ശ്രദ്ധയുടെ, പരസ്പരം മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കുടുംബം. സാധാരണ ഇപ്പോഴൊക്കെ മാതാപിതാക്കന്മാരെ ഭാരമായിട്ടും ബാധ്യതയായിട്ടും കാണുന്ന കുടുംബങ്ങളാണ് കൂടുതലും. എന്നാൽ ഇവിടെ ഈ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ സമ്പത്തായിട്ട്,
അനുഗ്രഹമായി അവർക്ക് തന്നെ ബോധ്യമുണ്ടായത് വലിയ ഒരു അനുഭവമായിരുന്നു. ഇവിടെ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഈ ഭവനത്തിലുള്ള ജോബിയും മായയും അവര് വിദേശത്തുള്ള അവരുടെ ജോലി പോലും കളഞ്ഞിട്ട് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി എത്തി എന്നത് തന്നെ ഇന്നുള്ള പല മക്കൾക്കും വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല ഈ മാതാപിതാക്കളെ നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മുടെ മക്കളാരും പ്രാർത്ഥിച്ചിട്ടല്ല നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് കിട്ടിയത്. പക്ഷെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ടാണ് മക്കളെ കിട്ടുന്നത്. ആ മക്കൾ ഒരു അനുഗ്രഹമായി തീരുന്നത് മാതാപിതാക്കന്മാരുടെ നന്മയും അവരുടെ നല്ല ജീവിതവും നല്ല മാതൃകയും അത് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ പറങ്കുമാലി കുടുംബത്തിലെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ നല്ല മാതാപിതാക്കൾക്ക് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു.